ഹേ ഹലോ വെൽക്കം ടു മൈ വീഡിയോ. ഹൗ യു ഓൾ? കുറച്ചായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നല്ല തിരക്കിലായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരേപോലെ ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ലീവ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇറങ്ങി നോക്കിയപ്പം എവിടെയും പോകാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ ആകെ ഉള്ളത് നമുക്കൊരു ലുലു മാത്രമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ആദ്യം തന്നെ ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ടത് കഫേയാണ്. അതും നമ്മുടെ പാരഗൺ. അത് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ്ഡായിട്ട്, കാരണം ഇത്രയും കാലം പോയിട്ടും അങ്ങനെ ഒരു കഫേ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ലുലുവിലൊക്കെ ചായ മേടിക്കുക പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ആ ഒരു കഫേ കണ്ടപ്പം ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അവിടെ നിന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ഞങ്ങളുടെ ഔട്ടിങ്ങിൻ്റെ ഉദ്ദേശം തന്നെ തിന്നുക എന്നുള്ളതാട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗെയിം സെക്ഷൻ്റെ അതിലൂടെ നടന്നപ്പോൾ വേറൊരു കഫേ കാണുന്നു. അത് ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടാത്ത ഒരു കഫേ, അതും നല്ല ആംബിയൻസും നല്ല ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ആയിട്ടുള്ള. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, ഒരു ലോഡഡ് ഫ്രൈസ് അങ്ങ് ഓർഡർ ചെയ്തു. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഹൈജീനും അതുപോലെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ലൊരു ആംബിയൻസും അങ്ങനെ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഒക്കെ കൊള്ളായിരുന്നു കേട്ടോ. ഇത് കഫേ അല്ല, ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഒരുപാട് എന്തൊക്കെയോ കഴിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ ഈ ലോഡഡ് ഫ്രൈസ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരാനേനെ വിഴുങ്ങിയ അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. താഴെ ഹൈപ്പറിൽ പോയിട്ട് ഞങ്ങളൊരു ചക്കയുടെയും ചായയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയൊരു സിനിമയ്ക്ക് അങ്ങ് കയറാമെന്ന്. കയറി കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ഇനി ഞങ്ങളൊക്കെ തന്നെ ഈ ദൃശ്യം 3 കാണാൻ ബാക്കിയുള്ളൂ എന്ന്. അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു പാരഗൺ. അങ്ങനെ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു. പിന്നെ കുറേയൊന്നും കഴിക്കാൻ നിന്നില്ല, കാരണം ഡിന്നറിനുള്ള സമയമായി. അപ്പോൾ ഡിന്നർ എവിടെ നിന്നാണ് കഴിക്കാന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് മാരിയറ്റിലുണ്ടല്ലോ എന്ന്. അങ്ങനെ മാരിയറ്റിലോട്ട് നേരെ അങ്ങ് വിട്ടു. നമുക്ക് റേറ്റും കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 11 മണി വരെ ടൈമുള്ളൂ എന്ന്. അപ്പം ഞങ്ങൾ കയറിയപ്പോഴേക്കും 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം ആവാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അതിലൊന്ന് റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് MRI ഹോട്ടലിൽ കയറി. അവിടെയാണെങ്കിൽ അടിപൊളി പൊറോട്ടയാണ് കേട്ടോ. അതും നൂൽ പൊറോട്ടയൊക്കെ സെറ്റാണ് അവരുടെ. എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു പൊറോട്ടയും ബീഫും ഫുഡൊക്കെയാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞ് നേരെ പോകുന്ന വഴിക്ക് ഒരു ജ്യൂസും പാർസലും മേടിച്ചു. എന്നിട്ടും കഴിഞ്ഞില്ല, വീണ്ടും പോകുന്ന വഴിക്ക് ഒരു ചായയും കൂടി അങ്ങ് കുടിച്ചു. ഇന്നത്തെ കൊട്ട കഴിഞ്ഞിരിക്കുന്നു, കയ്യിലുള്ള ക്യാഷും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും ഗുഡ് നൈറ്റ്, ടാറ്റാ.